വിവാദം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതിൽ ഭിന്ന സ്വരങ്ങൾ ഉയരുമെന്ന് വിലയിരുത്തൽ. മധുസൂദനൻ വിരുദ്ധ പക്ഷത്തുള്ള സ്ഥാനാർത്ഥി വരാനും സാധ്യതയുണ്ട്. അതേസമയം ബി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. നിഖിൽ ആണ് ഇന്നത്തെ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം നമുക്കൊപ്പം ചേർന്നത്. നിഖിലെ, ഗുഡ് മോർണിംഗ്. ഈ ഫണ്ട് തട്ടിപ്പ് സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഇടത് മുന്നണിക്ക് ഒരു ക്ഷീണമായിട്ടുണ്ട്. ഇടത് മുന്നണി കുറച്ചെങ്കിലും രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇന്നലെ പാർട്ടി സെക്രട്ടറി, അതായത് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, അദ്ദേഹം 1.25 മണിക്കൂർ എടുത്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. കാര്യകാരണങ്ങളൊക്കെയും വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിയിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പാർട്ടിക്ക് കഴിയുന്നില്ല, ജില്ലാ സെക്രട്ടറിക്ക് കഴിയുന്നില്ല. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു, അതല്ലെങ്കിൽ അതിനോട് അസഹിഷ്ണുതയോടെ പെരുമാറുന്നു. ഈ മറുവശത്ത് കുഞ്ഞികൃഷ്ണൻ വലിയ കോൺഫിഡൻസിലാണ്. ഇക്കാര്യങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറിയുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് തനിക്ക് ചിരി വരുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ്. ഇനിയും തനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അത് വഴിയെ തന്റെ പുസ്തകം വരുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് മറുവശത്ത് കുഞ്ഞികൃഷ്ണൻ നിൽപ്പുണ്ട്. തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കണ്ണൂരെ രാഷ്ട്രീയം എല്ലാ കാലത്തും ഇടത് മുന്നണിക്കൊപ്പം നിൽക്കുന്നതാണ്. പയ്യന്നൂരിൽ ഈ വിവാദം ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ എത്രത്തോളമാണ് നിഖിലെ? പാർട്ടി കുഞ്ഞികൃഷ്ണനെ കടക്ക് പുറത്തെന്ന് പറഞ്ഞെങ്കിലും ആ പുറത്ത് കടത്തിയത് കൊണ്ട് തീർന്നതാണോ ഈ പ്രശ്നങ്ങൾ? കാരണം ഈ പാർട്ടി സെക്രട്ടറിയുടെ, ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വൈകിയും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സാഹചര്യം പാർട്ടിക്ക് എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ്? അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വേണം. ഒപ്പം തന്നെ ഈ കുഞ്ഞികൃഷ്ണൻ UDF ഒരു സ്വതന്ത്രനായി മത്സരിച്ചേക്കാം, ആ രീതിയിൽ വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുള്ളതാണോ? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും CPIM സംബന്ധിച്ചിടത്തോളം ഇന്നലെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നതോടുകൂടി അവർ അവരുടെ നിലപാട് ആ വിഷയത്തിൽ, വിവാദത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ ഭിന്നതകൾ പയ്യന്നൂരിൽ ഉയരും എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനോട് ചേർത്ത് വെച്ച് തന്നെ പറയേണ്ട കാര്യം, പയ്യന്നൂർ എന്ന് പറയുന്നത് CPIM ഉറച്ച കോട്ടയാണ്. അവിടെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം CPIM എതിരായി വരും എന്നൊന്നും പ്രതീക്ഷിക്കാനുള്ള ഒരു സാഹചര്യവും പയ്യന്നൂരിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനപ്പുറത്തേക്ക് വലിയ അട്ടിമറികളിലേക്ക് പോകാനുള്ള ശേഷി കുഞ്ഞികൃഷ്ണനും അല്ലെങ്കിൽ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനുമൊക്കെ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരു സംശയമായി നിൽക്കുന്നത്. അത് ആ നിലയ്ക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദം ഉയർന്നു വന്നതോടുകൂടി ടി.ഐ. മധുസൂദനൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഭിന്ന അഭിപ്രായം പയ്യന്നൂരിലെ CPIM-നകത്ത് ഉയരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. കാരണം ഈ ടി.ഐ. മധുസൂദനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വിഭാഗീയത ഉണ്ടാകുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വൈശാഖ് വിമതനായി മത്സരിച്ച് ജയിക്കുന്നതും ഇതേ വിഷയത്തിൻ്റെ പേരിലാണ്. അപ്പോൾ പയ്യന്നൂർ പാർട്ടിയിലെ ഭിന്നത അല്ലെങ്കിൽ വിഭാഗീയതയിൽ ടി.ഐ. മധുസൂദനനാണ് ഒരു വശത്ത് എന്ന ആരോപണം ഈ വിമതർ അല്ലെങ്കിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു ഭിന്ന അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന സൂചന ശക്തമാകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ CPIM നേതൃത്വത്തിൽ തന്നെ ടി.ഐ. മധുസൂദനെതിരെ വികാരമുള്ള ആളുകളുണ്ട്. ടി.ഐ. മധുസൂദന് പകരം അത്തരത്തിൽ മറ്റൊരാൾ സ്ഥാനാർത്ഥിയായി വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഒരു സാധ്യത. രണ്ടാമത്, നേരത്തെ മുതൽ തന്നെ ഉള്ള ഒരു ആവശ്യം, ഈ പയ്യന്നൂർ നിയോജക മണ്ഡലം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയും പെരിങ്ങോം ഏരിയ കമ്മിറ്റിയും ഉൾപ്പെടുന്നതാണ്. ഇത്തവണ പെരിങ്ങോം ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു നേതാവ് ഈ MLA സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നൊരു ആവശ്യം കൂടി പല ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ ആവശ്യം കൂടി ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് നേരത്തെ പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിലായിരുന്നു കാര്യങ്ങളെങ്കിൽ
ഇനി അങ്ങോട്ട് TI മധുസൂദനെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വേണ്ട, മറ്റൊരു സ്ഥാനാർത്ഥി വേണമെന്നൊരാവശ്യം CPIM-നകത്ത് നിന്ന് തന്നെ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നാൽ, നിലവിൽ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് താൻ ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നൊരു അജണ്ട തൻ്റെ മുന്നിലില്ല എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ പയ്യന്നൂരിലെ വിഭാഗീയതയുടെ ഭാഗമായി CPIM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തോട് വലിയ വിയോജിപ്പുള്ള ആളുകൾ, വലിയ കൂട്ടം ആളുകൾ തന്നെ പയ്യന്നൂരിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരിൽ പലരും ഈ പരസ്യമായി രംഗത്ത് വരുന്നില്ല എങ്കിൽ പോലും രഹസ്യമായി അത്ര നിലപാടെടുക്കുന്നവരാണ്. ഈ കാരയിലൊക്കെ CPIM-ന് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതും ആ രഹസ്യമായി പാർട്ടിയോട് ഉള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ പയ്യന്നൂർ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായും ഈ വിമത സ്വരം ഉയർത്തി നിൽക്കുന്ന ആളുകൾ കുഞ്ഞികൃഷ്ണനോട് മത്സരിക്കാൻ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് സ്വതന്ത്രനായൊന്നും കുഞ്ഞികൃഷ്ണൻ മത്സരിക്കില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ പാർട്ടിയുടെ നിലപാടൊക്കെ വന്നതിന് ശേഷം ഇപ്പം മിനിങ്ങാന്റെ സെക്രട്ടറി തന്നെ ഇയാളെ പുറത്താക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. ഇന്നലെ അത് ഒഫീഷ്യലി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അവിടെ ഈ പ്രതിഷേധങ്ങളും ഈ മാർച്ചുകളും ഒക്കെ നടന്നിരുന്നു. അപ്പം ഈ പയ്യന്നൂരിൽ നിലവിൽ പ്രകടമായിട്ട് ഒരു രണ്ട് പക്ഷമുണ്ടോ ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ എന്നല്ല, നേരത്തെ തന്നെ പയ്യന്നൂരിലെ CPIM-നകത്ത് വലിയ രീതിയിൽ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്നലെ KK രാഗേഷ് തന്നെ പറഞ്ഞത് ഈ V കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ പോലും അതിൻ്റെ ഭാഗമായി കൂടി കാണണം എന്നുള്ളതാണ്. നേരത്തെ തന്നെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കുമ്പോഴും CPIM വിലയിരുത്തിയത് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും പയ്യന്നൂരിലെ CPIM-ൽ രണ്ട് വിഭാഗമുണ്ട്, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായമുള്ള ആളുകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPIM-ന്റെ ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ട് പോലും ആ ഭിന്നതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ നിലയ്ക്ക് പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂർ CPIM-ന്റെ ഉറച്ച കോട്ടയാണ്. അവിടെ ഒരു അട്ടിമറി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ CPIM-ന്റെ സംഘടനാ സംവിധാനം അത്രത്തോളം തകർന്നു എന്നതാണ്. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പയ്യന്നൂരിൽ പോകില്ല എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ. ഓക്കെ നിഖിലെ, വ്യക്തമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിഖിലാണ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വിവാദങ്ങൾ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമോ ഇല്ലയോ, ആ കാര്യങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന്.